ഗൈസ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അതർ എപ്പിസോഡ് ഓഫ് ഫ്ലോഡി ഇറ്റ്സ് മീ അഖില. അപ്പം ഇത് ഓണത്തിൻ്റെ വീഡിയോ ആണ്. ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രം ഇപ്പോഴാണ് എടുക്കുന്നത്. പക്ഷേ 2 ദിവസത്തെ വീഡിയോ ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. സോ കണ്ടു നോക്കുക. ഐ തിങ്ക് ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട് എന്നാണ്. അവ കണ്ടിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തവണയെങ്കിലും എൻ്റെ ലോങ് വീഡിയോ വളരെ ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ആവണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പം തിരുവോണത്തിൻ്റെ തലേന്ന് ഞാൻ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നേ. കാരണം എങ്ങാനും ഇത് തിരുവോണത്തിന് മാത്രം എടുത്തിട്ട് ഷോർട്ടായല്ലോ എന്ന് വെച്ചിട്ട്. തിരുവോണത്തിൻ്റെ തലേന്ന് നമ്മൾ പൂവിടുന്നുണ്ട്. അപ്പം പൂക്കളം ഞാൻ നോക്കി വെച്ചതുപോലെ എക്സാക്റ്റ് ഒന്നുമല്ല ചെയ്യുക. ചുമ്മാ എന്നാലൊരു റെഫറൻസ് വേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ ഒന്ന് പിൻട്രസ്റ്റ് നോക്കി അതിൻ്റെ ചായ കുടിച്ചുകൊണ്ട്. എൻ്റെ എല്ലാ ഓണവും ഒരുപോലെ ഒന്നുമില്ല. ചില ഓണത്തിന് ആരുണ്ടാവില്ല, ചില ഓണത്തിന് ഭയങ്കര അടിപൊളിയായിരിക്കും. കഴിഞ്ഞ ഓണമാണോ അതിൻ്റെ മുമ്പത്തെ ഓണമാണോ എനിക്കറിയില്ല. ഞങ്ങൾ കസാരക്കളിയും ലെമൺ സ്പൂണും അതും ഇതും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. ഇത്തവണ അതേ പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ബാക്കി വരുന്ന വരിയിൽ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പം നമ്മൾ പൂക്കളൊക്കെ വരച്ച് വെച്ച് അതിൻ്റെ പൂവൊക്കെ ഉതിർത്തിട്ട് ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഇന്നിവിടെ ആരുമില്ല, പിന്നെ അമ്മയുണ്ട്. അമ്മ കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട്. അപ്പം അതൊക്കെ ചെയ്ത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഡ്രസ്സ് ഷേപ്പ് ചെയ്യുന്നത് എനിക്കങ്ങനെയാണല്ലോ, എല്ലാം ലാസ്റ്റ് മൊമെൻറ്റിലാണല്ലോ, സ്വാഭാവികം. എന്നിട്ട് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ പോയി കുളിച്ച് ഡ്രസ്സ് മാറ്റി വന്ന് മുറ്റത്ത് കുറച്ച് തുമ്പപ്പൂവുണ്ടായിരുന്നു, അതൊക്കെ എടുത്തു. ആൻഡ് ഈ ഒരു ക്യാമറ എൻ്റെ കുഴപ്പമല്ല, ഇത് എടുത്ത് ഈ എഡിറ്റിങ്ങിലാണ് ഞാൻ അറിയുന്നത് ഞാൻ ക്യാമറ എവിടെയോ ഞാൻ എവിടെയോ ആണുള്ളത്. ഇഗ്നോർ ദിസ്, ബിക്കോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിവേ, അങ്ങനെ നമ്മൾ കുറേ സമയം എടുത്ത് പൂക്കളൊക്കെ ഇട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പൂക്കളൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. പുട്ടും സാമ്പാറും. കാരണം നമ്മുടെ ഉച്ചക്കത്തെ സാമ്പാർ രാവിലെ തന്നെ ആയിട്ടുണ്ട്. വാവ്, കൺഗ്രാജുലേഷൻ. അപ്പം അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മധുരമുള്ള എന്തെങ്കിലും കഴിക്കാൻ നോക്കുമ്പോൾ ഇതാ രാവിലെ തന്നെ പാലട പായസമൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ അതും കഴിച്ചു. രാവിലെ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു 11 മണിയൊക്കെ ആയി കാണും. അങ്ങനെ പാലട പായസവും കുടിച്ച് നിൽക്കുമ്പോഴാണ് ദേ ഒരാൾ വന്നിരിക്കുന്നത്. നിങ്ങളെ നാട്ടിൽ ഇതിനെന്താ പറയുക? ഓണപ്പൊട്ടൻ എന്താ പറയുക? അതാണിത്. മണിയടി ശബ്ദം കേട്ടിട്ടാണ് കേട്ടോ വരുന്നുണ്ടെന്ന് തിരിച്ചറിയാം. അപ്പോഴത്തേക്ക് നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് അരിയൊക്കെ വെച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പൂവൊക്കെ തരും. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എനിവേ, അതൊരു ബ്ലെസ്സിങ് ആണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ കസിൻസൊക്കെ വരാണെങ്കിൽ ഈവനിങ് ആവും. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഡ്രസ്സൊക്കെ വളയൊക്കെ ഇട്ട് കമ്മലൊക്കെ ഇട്ട് നിന്ന്. പക്ഷേ എനിക്ക് മൂടില്ലായിരുന്നു. അപ്പോൾ ഇളന്നിരിക്കായി എന്താ ഇതിന് പറയുക, ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്ക് ഈവനിങ് കസിൻസൊക്കെ വന്നു. അപ്പം എൻ്റെ അടുത്ത് വീഡിയോ എടുക്കാൻ വിട്ടുപോയായിരുന്നേ. പിന്നെ വന്നപ്പോഴത്തേക്കും കഥ പറയലും കോമഡിയും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും പിന്നെ യുനോ സാമാന്യ കാലത്തുള്ള സാധനങ്ങൾ. ഇത് വീഡിയോ അല്ല, ഇവന്റെ ഫോണത്തെ വീഡിയോ എടുത്ത് എന്തോ ആന കുത്താം. അങ്ങനെ ഞങ്ങൾ നല്ല ലേറ്റ് ആയിട്ടാണ് കിടന്നുറങ്ങിയത്. പക്ഷേ ഇന്നും പൂവിടാനുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ എണീറ്റ് കുളിച്ച് പൂവിടാൻ തുടങ്ങി. പിന്നെ ഇത്തവണ കസിൻ ഉള്ളതുകൊണ്ട് ആളെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചായിരുന്നു. പിന്നെ പൂക്കളൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ചിക്കൻ കറിയും അല്ലെങ്കിൽ നൂൽപ്പുട്ടും, പൂരി, കടലക്കറി, പിന്നെ എന്തെല്ലാം ഉണ്ട് കാര്യമായിട്ട് എടുത്തിരുന്നു. നമുക്ക് ചിക്കൻ ഉണ്ടാക്കാം. നമ്മളെ വീട്ടിൽ സദ്യ പ്യുവർ വെജ് ഇന്നും തലേന്ന് ചിക്കൻ ഐറ്റംസൊക്കെയാണ് വെക്കാറ്. പക്ഷേ ഞാനൊരു ചിക്കൻ ഐറ്റം വെച്ചത് എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ അതേപോലെ ഒന്നുകൂടി ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ അതേപോലെയൊന്നും എനിക്ക് പിന്നെ ഉണ്ടാക്കാനുള്ള കഴിവൊന്നുമില്ല. എന്നാലും ഞാൻ അത് ഉണ്ടാക്കി കൊടുത്തായിരുന്നേ. പിന്നെ ഈ ഒരു ഡ്രസ്സ്, ഈ ബ്ലൗസ് ഞാൻ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഈ വർക്കൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു ലുക്ക് എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ്, ഇങ്ങനെ ചെയ്താലോ ഫോട്ടോ എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ നമ്മൾ ഡ്രസ്സ് ചെയ്ത് വന്നപ്പോഴത്തേക്കും എല്ലാവരോടും ഫുഡ് കഴിക്കാൻ പറഞ്ഞു. അപ്പം ഇതാണ് ആ ഷോട്ട്. അതെനിക്ക് ഇവിടെ താങ്ക് യു. ഫോട്ടോ എടുക്കാൻ വന്നതാണ് ഗൈസ്. ഫോട്ടോ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇവിടെ പണ്ടാരം എപ്പോഴൊരു
ആക്ച്വലി ഡ്രസ്സൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഫോട്ടോ എടുക്കാനുള്ള മൂഡൊക്കെ അങ്ങ് പോയായിരുന്നേ. പിന്നെ എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതി എന്നൊക്കെ തോന്നലായിരുന്നു. പക്ഷേ 2-3 എടുത്തിട്ട് പോയി. അപ്പോഴത്തേക്ക് എൻ്റെ കസിൻ സിസ്റ്റർ വന്നു. ആളെ ബേബിനെയായിരുന്നു വീട്ടിലെല്ലാവരും വാച്ച് ചെയ്തുകൊണ്ടിരുന്നത്. വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നതും കറക്റ്റ് തന്നെ. കുറച്ച് സമയം എടുത്താണെങ്കിലും ആളൊന്ന് മിങ്കിളായി നമ്മളുടെ അടുത്തൊക്കെ വന്ന്. പക്ഷെ കുറേ സമയമൊന്നും നിൽക്കില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആൾ അമ്മേനെ വേണം. പിന്നെ ചേച്ചി അങ്ങനെ നാട്ടിലില്ലാത്തത് കൊണ്ട് നമ്മളടുത്ത് ഒന്ന് കണക്റ്റായി വരാൻ ആൾക്ക് കുറച്ച് സമയം കൊടുക്കണ്ടേ നമ്മൾ. പിന്നെ വാവയുടെ ഫസ്റ്റ് ഓണായതുകൊണ്ട് തന്നെ ചേട്ടൻ്റെ വീട്ടിലായിരുന്നു. പിന്നെ ഈവനിങ് ഇങ്ങോട്ട് വന്ന് പിന്നെ നമ്മളുടെ കൂടെയൊക്കെ ഇങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ ഫാമിലി ഫോട്ടോ എടുത്തു. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. എല്ലാവരും കുഞ്ഞനെ പറ്റിക്കുന്നു. തുറന്നു കാണിക്കടാ. ഇതില്ല. അതാ അതിലുണ്ട്. അതിൽ തന്നെ മോനെ. എടാ കൊടുക്കല്ലേ. പിന്നെ അതിലില്ല. കണ്ട അവക്ക് ദേഷ്യം വരുന്നുണ്ടേ. കൊടുത്തം മതി എനിക്ക്. ആ സമയം ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ പരിപാടികളൊന്നുമില്ല. പിന്നെ വീട്ടിൽ വരുന്നവരെ യൂനോ പഠിപ്പിക്കുക എന്നുള്ളത് എൻ്റെ കസിൻസിൻ്റെ ഹോബിയായി മാറിയിട്ടുണ്ട്. അങ്ങനെ ചേട്ടനെ യൂനോ ഒക്കെ പഠിപ്പിച്ച് നമ്മൾ കുറച്ച് നേരം അതൊക്കെ കഴിച്ച് അവർ തിരിച്ചു പോവാണ്. ആൻഡ് അവർ വന്നപ്പോൾ നമുക്കൊരു ഫാമിലി പാക്ക് ഐസ്ക്രീം വന്നായിരുന്നു. അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. പിന്നെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ റൂമിൽ വന്നിട്ട് ലൈറ്റൊക്കെ ഇട്ട് ഇവർ ഗെയിം കളിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് നൂൽപുട്ടും ഇന്നലത്തെ ചിക്കൻ കറിയും ഇന്നലത്തെ കറികളെല്ലാം ഉണ്ട്. ഇഷ്ടമുള്ള എടുക്കാൻ ഞാൻ ചിക്കൻ കറി എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. സീ ഇൻ ദ നെക്സ്റ്റ്.